സുഖല്ലേ ഗൈസ്? ഇന്ന് പുതിയൊരു തൊലിഞ്ഞ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലോട്ട് വരുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഈ ചെക്കനെ ഒരുക്കി എന്നിട്ട് നമ്മൾ കളിക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കളിക്കാൻ പോകുമ്പോൾ എന്താന്ന് വെച്ചാൽ ഓരോ കളി ജയിക്കുമ്പോൾ ഓരോ ഇമോട്ട് ചെയ്ത് അവൻ ഇട്ട് കൊടുക്കുക, അത്ര തന്നെ. ഞാൻ ഇമോട്ടൊന്നും ഇടുന്ന ആളല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇപ്പം ഞാൻ ഇമോട്ടൊക്കെ ഇട്ട് നല്ല കളിയാണെന്ന്. ബട്ട് നോ ഗൈസ്, ഞാൻ അത്രക്കാരി തലയ്ക്ക് തീ പിടിക്കുക നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തലയ്ക്ക് തീ പിടിച്ച് എങ്ങനെ ഉണ്ടാവും എന്ന്. ഇതുപോലെ ഇരിക്കുകയല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ചെറുക്കിനെ ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡ്രസ്സല്ല, ഇപ്പൊ തലമുടിയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടതിൽ വെച്ചിട്ട് കുറച്ചെങ്കിലും കൂടുതൽ വൃത്തികെട്ട തലമുടിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു മുടിയാണ് ഈ വയലറ്റ് കളർ മുടി. ഇതിലും വലിയ വൃത്തിയായിട്ട തലമുടി ഇനി വേറെ കിട്ടാനില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ആ തലമുടി അങ്ങ് ഫിക്സ് ചെയ്തു കേട്ടോ ഗൈസ്. ഇനി അടുത്ത് ഞാനൊരു കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുക്കുന്നുണ്ട്, മറ്റേ നമ്മുടെ കുക്കുംബറിന്റെ കൂളിംഗ് ഗ്ലാസ്. അത് വെച്ചപ്പോൾ ഒരു ഭയങ്കര രസം, അതുകൊണ്ട് ഞാൻ അതങ്ങ് മാറ്റി ഗൈസ്. എത്രത്തോളം വൃത്തികേടാക്കാൻ പറ്റുന്ന അത്രത്തോളം വൃത്തികേടാക്കിയിട്ടാണ് ഇനി കളിക്കാൻ പോകുന്നത് ഗൈസ്. ഇവന്റെ മുഖം ഒന്നും ഇങ്ങനെ നല്ലപോലെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ, അതുകൊണ്ട് വലിയൊരു കൊമ്പും മീശയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുഖത്ത് പൊട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി അടുത്ത കുപ്പായമാണ് ഗൈസ്. ഒരു മാച്ചും ഇല്ലാത്ത കുപ്പായമാണ് ഇവർ ഇട്ട് കൊടുക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ രസം തോന്നുകയാണെങ്കിൽ നമ്മൾ അത് അപ്പം മാറ്റി കൊടുക്കണം ഗൈസ്. അങ്ങനെ മുകളിൽ ഇടേണ്ട കുപ്പായം കിട്ടി ഗൈസ്. അടുത്ത ഇനി താഴെ ഇടേണ്ട കുപ്പായാണ് ഗൈസ്. അങ്ങനെ മാച്ച് അല്ലാത്തൊരു കുപ്പായം കിട്ടിയിട്ടുണ്ട് ഗൈസ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത ചെരുപ്പാണ് ഗൈസ് ഞാൻ തിരയുന്നത്. ചെരുപ്പ് എത്ര ഇട്ട് നോക്കിയിട്ട് നല്ല മെനയുള്ള ചെരുപ്പുകൾ അങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. എല്ലാ ചെരുപ്പുകളും നല്ല ചെരുപ്പുകളാണ്, അത് കാരണം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല ഗൈസ്. കണ്ടത് ഇത്തിരി വൃത്തിയായിട്ടൊരു ചെരുപ്പ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അടിപൊളി ചെരുപ്പ്, അടിപൊളി പാവാട, അടിപൊളി കുപ്പായം. എന്താണ് ഗൈസ് ആരായി നിൽക്കുന്നത്? ഇവനെ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നു. എനിക്ക് ഇവന്റെ കൂടുതൽ ഇഷ്ടമായത് ഇവന്റെ മുഖമാണ് ഗൈസ്. ഇവന്റെ കൊമ്പം മീശയും ഇവന്റെ മുഖവും എന്താ ഒരു ഐശ്വര്യം. അങ്ങനെ നമ്മൾ ഗെയിമിലോട്ട് വന്നു ഗൈസ്. ആദ്യത്തെ റൗണ്ട് അവനെ അടിച്ചു വീഴ്ത്തുക, ഇമോട്ട് ഇടുക, അടിച്ചു വീഴ്ത്തുക, ഇമോട്ട് ഇടുക. വെറൈറ്റി എന്തെങ്കിലും വേണ്ടേ? അങ്ങനെ ഡെസേർട്ടും താങ്ങി പിടിച്ച് ഓടുന്നുണ്ട് ഗൈസ്. ഒരു വെടിക്ക് ഒരു ഗ്ലൂ വാൾ, അങ്ങനെയാണ് പണ്ട് മുതൽക്ക് നമ്മൾ ചെയ്തു വരുന്നത്. അങ്ങനെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ അവനെ അടിച്ചിട്ടു. നമ്മളൊരു ഇമോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാവം, എനിക്ക് ഇമോട്ട് ഇടുന്നൊന്നും ഇഷ്ടമല്ലേ, എങ്കിലും ഞാൻ ഇമോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞു വെച്ചേക്കുന്നത്. അങ്ങനെ സെക്കൻഡ് റൗണ്ട് നമ്മൾ തന്നെ എടുത്തു, അവനെ അടിച്ചിട്ടു, ഇമോട്ടും ഇട്ടു. എന്തോ ഒരു ഭാഗ്യത്തിലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമുക്ക് കളിക്കാനൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിമിയെ അടിച്ചിടാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നേ. ഈ റൗണ്ടിൽ എന്തെങ്കിലും ഒക്കെ ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് ചെല്ലുന്നത്. ചെന്നപാടെ അടിച്ചിടുന്നുണ്ട് ഗൈസ്. മൂക്കം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലേ പിന്നെ എവിടെ കയറി ഒളിക്കുമായിരുന്നു. ബ്ലൂ വാൾ പോലും നേരെ ഇടാൻ അറിയത്തില്ല. അങ്ങനെ അടുത്ത റൗണ്ടിലും ഇതുപോലെ ഓടിച്ചെല്ലുന്നുണ്ട്. കുത്തിപ്പിടിക്കാനുള്ള പ്ലാൻ തന്നെയാണ്. അപ്പോഴത് അവൻ മുകളിലൂടെ കണ്ടെയ്നറിന്റെ അകത്തൂടെ വന്ന് അവൻ ചാടുന്ന ഞാൻ കണ്ടില്ലേ. അവൻ പുറകിൽ നിന്ന് ഒരു അടിയും തന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അവൻ അടിച്ചിട്ടു ഗൈസ്. ഇനി അടുത്തത് ഈ ഒരു റൗണ്ടാണ് നമ്മുടെ ലാസ്റ്റ് റൗണ്ട്. ഇതിൽ എനിക്ക് കിട്ടിയ ലാസ്റ്റ് റൗണ്ട് ആവും. അവന് കിട്ടുവാണെങ്കിൽ പിന്നെയും നമ്മൾ കളിക്കേണ്ടി വരും ഗൈസ്. എന്തെങ്കിലും ആവട്ടെ. MP40 ആണ് എടുത്തേക്കുന്നത്. MP40 കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല ഗൈസ്. കുത്തിപ്പിടിക്കാൻ നോക്കിയപ്പോൾ കുത്തിപ്പിടിക്കാൻ പറ്റിയില്ല. അവൻ എന്നെ അടിച്ചിട്ടു ഗൈസ്. എന്ത് ചെയ്യും? വേറെ ഒരു പാകമില്ല, കളിക്ക് എന്നെ പാകമുള്ളൂ ഗൈസ്. ഈ റൗണ്ടിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ലോണം അടി ഇടുന്നുണ്ട് ഗൈസ്. MP40 വെച്ചിട്ട് നമുക്ക് മാത്രമല്ല അവനും കുത്തിപ്പിടിക്കാൻ അറിയാമെന്ന് അവൻ തെളിയിച്ച്. ഒരു പാകമില്ല ഗൈസ്. അടി കിട്ടിയാ അത് വാങ്ങുക, വേറെ ഒരു നിവർത്തിയില്ല. അങ്ങനെ അടുത്ത റൗണ്ടിലോട്ട് പോവുകയാണ്. ഈ റൗണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് ജയിക്കുമോ എന്ന് നോക്കാം. അതും നിവർത്തിയില്ല. അവന്റെ കയ്യിൽ നിന്ന് അറഞ്ചും പുറഞ്ചും അടി വാങ്ങി. UMP വെച്ചിട്ടാണ്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഗണ്ണാണ് UMP. ഇഷ്ടമല്ലാത്ത കണ്ണുകൊണ്ട് കളിക്കാൻ അറിയാത്ത ഒരാൾ കളിച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് ഇപ്പൊ സംഭവിച്ചത്. അങ്ങനെ അടുത്ത റൗണ്ടിലോട്ട് പോയിരിക്കുകയാണ് ഗൈസ്. ഈ റൗണ്ടിലെങ്കിലും അവനെ കുത്തിപ്പിടിച്ചാണെങ്കിലും കൊല്ലണം എന്ന് വിചാരിച്ചാണ് വന്നേക്കുന്നത്. മിക്കവാറും ഞാൻ അവനെ കൊല്ലുന്ന ലക്ഷണമാണ് കാണുന്നത്. കാരണം ഓൾറെഡി അവന്റെ ഫ്ലാഷ് ഫ്രീസ് എറിഞ്ഞ് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അതെ, കൊന്നു നമ്മള് ഗൈസ്. അവനെ കൊന്നു ഗൈസ്. എന്ത് കളിയാ ഞാൻ കളിച്ചല്ലേ, ഒരു പാട്ടക്കളിയാ ഞാൻ കളിച്ചത്. എന്തായാലും പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് കളിച്ചു അല്ലേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഗൈസ്. അടുത്ത തെളിഞ്ഞ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും വണക്കം.